ടി.വി. പ്രസാദ്, കണ്ണൂരിൻ്റെ രാഷ്ട്രീയം ടി.വി. പ്രസാദ്, ഇന്നത്തെ ദിവസം മറ്റൊരു ഗതിയിലേക്ക് മാറുകയാണ്. കണ്ണൂരിൽ കോൺഗ്രസ് എന്നാൽ അത് കെ സുധാകരനായിരുന്നു. ആ കെ സുധാകരനിതാ ടി.വി. പ്രസാദ് നമുക്ക് വിശ്വസിക്കാൻ വയ്യ ഈ പാർട്ടിയോട് ഗുഡ് ബൈ പറയുന്നു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെയും പുതിയ യാത്ര അവസാനിക്കുന്നതുവരെയും നമ്മൾ പ്രതീക്ഷിച്ചത് വലിയ രീതിയിൽ UDF-ന് അനുകൂലമായ തരംഗമുണ്ട് എന്നുള്ളതാണ്. കെ സുധാകരനെ മത്സരിക്കാനുള്ള അവസരം കൊടുക്കുമെന്നാണ്. പക്ഷേ കെ സുധാകരനൊടുവിൽ സീറ്റ് നിഷേധിച്ചു. ടി.ഒ. മോഹനനെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തി. ഇത് രണ്ടും കെ സുധാകരനെ പ്രകോപിപ്പിച്ചു. എന്ത് ചലനവും മാറ്റവുമാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ കെ സുധാകരൻ കോൺഗ്രസിൽ നിന്ന് വിട പറയുമ്പോൾ ഉണ്ടാവുക? അരുൺ, ഗുരുതരമായ പ്രതിസന്ധിയെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയം അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരു കെ സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ളത് മാത്രമല്ല. കാരണം ആ കെ സുധാകരൻ എന്നുള്ളത് ഏതെങ്കിലും കോൺഗ്രസ് അണികൾക്ക് ഒരു ആരാധന മാത്രമുള്ള ഒരാളല്ല കെ സുധാകരൻ എന്നുള്ളത്. കെ സുധാകരൻ യഥാർത്ഥത്തിൽ കണ്ണൂരിൽ കോൺഗ്രസ് നേതാവാണെങ്കിൽ പോലും CPIM-ന്റെ രാഷ്ട്രീയ ശൈലി തുടരുന്ന നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. സുധാകരന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കണ്ണൂരിൽ മാത്രമല്ല, അത് കോഴിക്കോടും കാസർഗോഡും അടക്കം ധാരാളം അനുയായികളുള്ള നേതാവാണ് കെ സുധാകരൻ. കെ സുധാകരനോട് ഇനി കീഴടങ്ങാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം എടുത്തതോടുകൂടി അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോകാം എന്ന നിലപാട് തിരിച്ചും സുധാകരൻ പറഞ്ഞിരിക്കുന്നു. നിർണായകമായ ഘട്ടമാണ് ഇപ്പോഴുള്ളത്. ഏത് നിമിഷവും 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. 12 മണിക്കത്തെ വാർത്താ സമ്മേളനം ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് കണ്ണൂരിലൊരു സീറ്റ് എന്നതല്ല എന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പകരം BJP നേതാക്കളുമായി സംസാരിക്കുന്നു. കെ സുധാകരൻ വന്നാൽ അവിടെ നിന്ന് മാറാൻ തയ്യാറായി അവിടുത്തെ BJP സ്ഥാനാർത്ഥി നിൽക്കുന്നു. BJP-യുടെ പിന്തുണയോടെ മത്സരിക്കാനുള്ള ഒരു നീക്കം. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മുടെ അർജുൻ റിപ്പോർട്ട് ചെയ്തതുപോലെ മറ്റൊരു പാർട്ടി രൂപീകരിക്കാനുള്ള ആലോചനയിലേക്ക് കെ സുധാകരൻ നീങ്ങുന്നു എന്നുള്ളതാണ് അരുൺ. ഒരു CPIM-ന്റെ സംഘടനാ രീതി പോലെ സുധാകരൻ്റെതായ ഒരു ടീമുണ്ട്. സുധാകരൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള ആർമി സുധാകരന് കണ്ണൂരുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയെങ്കിൽ ഏത് നിമിഷവും കണ്ണൂരിൽ 200-300 ആളുകളെ വെച്ച് പ്രകടനം നടത്താൻ ശേഷിയുള്ള നേതാവാണ് കെ സുധാകരൻ എന്ന് അറിയാത്തവരല്ല കോൺഗ്രസിലെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കൾ എന്നുള്ളതാണ്. പക്ഷേ കെ സുധാകരന് വഴങ്ങണ്ട എന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്തതിന് പിന്നാലെ കോൺഗ്രസ് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കണ്ണൂരിൽ കെ സുധാകരനെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ അടൂർ പ്രകാശിനെ കോന്നിയിൽ മത്സരിപ്പിക്കേണ്ടി വരുമായിരുന്നു. അവിടെ ആ പ്രശ്നം ഒരുപക്ഷെ തീർക്കാമായിരുന്നു കോൺഗ്രസിന്. പക്ഷേ കെ സുധാകരൻ ഇനിയും വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനമെടുത്തതോടുകൂടി അരുൺ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കെ സുധാകരൻ ഈ നീക്കങ്ങളെല്ലാം സൂക്ഷ്മമായി ഗോദാവരിയിലെ ഫ്ളാറ്റിൽ ഇരുന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതി കൂടുമ്പോഴും അതിനു മുമ്പ് കോർ കമ്മിറ്റി കൂടുമ്പോഴും അതിനുശേഷം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ മുതിർന്ന നേതാക്കളെത്തി തീരുമാനമെടുക്കുമ്പോഴും എല്ലാം കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് കെ സുധാകരൻ ഉണ്ടായിരുന്നു. കെ സുധാകരൻ അറിയാം, കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നതിനെ കേരളത്തിലെ സംസ്ഥാന നേതൃത്വം പിന്തുണയ്ക്കുന്നില്ല. അതിൽ കെ സുധാകരൻ ഏറ്റവും കൂടുതൽ മുറിവേറ്റത് സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടിയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിനെതിരെ വലിയ രീതിയിലുള്ള വികാരം സുധാകരൻ അനുകൂലികളുടെ ഭാഗത്തു നിന്ന് പോസ്റ്ററായി വരുന്നത് നമ്മൾ കണ്ടതാണ്. നന്ദി വേണം എന്നാണ് ആ പോസ്റ്ററിൽ എഴുതിയിരുന്നത്. ഇന്നിപ്പോൾ കെ സുധാകരൻ തുറന്നടിച്ച് പുറത്തു വരുമ്പോൾ ഇരിക്കൂരും പേരാവൂരും അതേപോലെ അഴീക്കോടും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. മറ്റിടങ്ങളിലും ഒരുപക്ഷെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ആ വാർത്ത റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നു. നോബൽ മാരിക്കാരൻ, റോഷിപാൽ, അർജുൻ കല്യാൺ ഈ 3 പേരുമാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിർണായക നീക്കങ്ങൾ നടക്കുന്നു കണ്ണൂരിൽ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ വീണ്ടും അസംതൃപ്തരായ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നു കെ സുധാകരൻ. അവഗണിക്കപ്പെട്ട നേതാക്കളെ ഒപ്പം നിർത്താൻ നീക്കം. ദില്ലിയിലെ സുധാകരന്റെ വസതിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. നോബൽ മാരിക്കാരൻ ഡൽഹിയിൽ നിന്ന്, അർജുൻ കല്യാൺ കണ്ണൂരിൽ നിന്ന്, റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന്, അഭിജിത്ത് മുഴക്കുന്ന കണ്ണൂരിൽ നിന്ന്, ടി.വി. പ്രസാദ് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുന്നു. റിപ്പോർട്ടർ മെഗാ ബ്രേക്കിംഗ്. അഭിജിത്ത് റോഷിപാലിലേക്ക്. റോഷിപാൽ, അവഗണിക്കപ്പെട്ട മറ്റു നേതാക്കളെ ഒപ്പം നിർത്താൻ കെ സുധാകരൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ താൻ ഒരു പുതിയ സംഘടനയുമായി വരുന്നു. ആ സംഘടനയ്ക്കൊപ്പം നിൽക്കാൻ ഇപ്പോൾ മറ്റുള്ളവരെ കെ സുധാകരൻ ക്ഷണിക്കുന്നു. മറ്റു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താനാണോ തീരുമാനം?
അരുൺകുമാർ, നേരത്തെ 15 സീറ്റിൽ വിമത സ്ഥാനാർത്ഥികളെ നിർത്താൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്താനാണ് കെ സുധാകരനും സംഘവും തീരുമാനിച്ചതെങ്കിൽ ആ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരമാണ്. 20 സീറ്റിലെങ്കിലും സംസ്ഥാനത്ത് കെ സുധാകരൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്നു. കോൺഗ്രസ് നേതാക്കളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘം മത്സരിക്കാനുള്ള സുപ്രധാന തീരുമാനമെടുക്കുന്നു. മറ്റേതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. കേരളത്തിലെമ്പാടുമുള്ള അസംതൃപ്തരായ, അതൃപ്തരായ, സീറ്റ് ലഭിക്കാത്ത കോൺഗ്രസ് നേതാക്കളുമായൊക്കെ കെ സുധാകരനും അനുകൂലിക്കുന്നവരും ഇപ്പോൾ ആശയവിനിമയം തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു, തയ്യാറെടുപ്പുകൾ നടന്നതാണ്. 15 സീറ്റിൽ മത്സരിക്കുക എന്നതായിരുന്നു തീരുമാനമെങ്കിൽ അത് 20 സീറ്റിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ അതിൽ കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. സണ്ണി ജോസഫിനെതിരെ മത്സരിക്കും, അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാകും. കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കെ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സ്ഥാനാർത്ഥി ഉണ്ടാകും. അങ്ങനെ ഏതാണ്ട് 20 സീറ്റുകളിൽ കെ സുധാകരനും അനുകൂലികളും തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ നിലവിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ, ഇപ്പോൾ സ്വതന്ത്രമായി നീങ്ങാനുള്ള തീരുമാനമാണ്. ഏതെങ്കിലും കക്ഷികളോട് ചേർന്ന് നിൽക്കാതെ സ്വതന്ത്രമായി വലിയൊരു പോരാട്ടത്തിന് ഇപ്പോൾ സുധാകരൻ തയ്യാറാകുന്നു. കെ സുധാകരൻ പോർമുഖം തുറക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ നിർണായകമാണ്. കണ്ണൂരിലെ കോൺഗ്രസിൽ നിന്ന് കെ സുധാകരൻ വിട പറയുമ്പോൾ, ഗുഡ് ബൈ പറയുമ്പോൾ, അത് കണ്ണൂരിലെ കോൺഗ്രസിന്റെ ഹൃദയരക്തമാണ് യഥാർത്ഥത്തിൽ അവിടെ വാർന്നു പോകുന്നത് എന്നുള്ളതാണ്.